ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും സ്നേഹിക്കപ്പെടാൻ വേണ്ടി സ്വയം മാറ്റിക്കളയേണ്ടതായി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ യഥാർത്ഥ രൂപവും ശബ്ദവും ഇമോഷൻസും ഒന്നും നിങ്ങളുടെ ഉള്ളിൽ മതിയാകുന്നില്ലെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അംഗീകാരം നേടാൻ വേണ്ടി നിങ്ങളുടേതായ സ്വത്വം മൗനമാക്കുകയും മറ്റൊരാളായി മാറുകയും ചെയ്ത നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ അകറ്റിയിട്ടില്ലേ? ഇനി നിങ്ങൾ കേൾക്കാനിരിക്കുന്നത് ഒരു ചിന്തയല്ല, ഒരു കഥയാണ്. നമ്മളിൽ പലരും മറന്നുപോയ ഒരു സത്യം ഓർമ്മിപ്പിക്കുന്ന, നാളുകളായി നിങ്ങളിൽ കാത്തിരിക്കുന്ന ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു കഥ. കാലത്തിന്റെ ഓർമ്മകളേക്കാൾ പഴക്കമുള്ള ഒരു കാടിന്റെ ഉയർന്ന ശാഖകളിൽ ഒരു കാക്ക ജീവിച്ചിരുന്നു. സൂര്യന്റെ വെളിച്ചം ഇലകൾക്കിടയിലൂടെ നിദാനമായി ഒഴുകുന്ന, നിശബ്ദത പോലും വിശുദ്ധമായി തോന്നുന്ന ഒരു കാട്. ആ നിശബ്ദതയിൽ ആ കാക്കയ്ക്ക് ഒരു സുരക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവൻ ദൃശ്യനായിരുന്നില്ല. ലോകം അടുത്തു തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയം അത് കൈവിട്ട അകലത്തിൽ തന്നെയായിരുന്നു. അവൻ ശക്തനായിരുന്നു, നിശബ്ദനായിരുന്നു, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടവനായിരുന്നു. ആരും അവനെ വെറുത്തില്ല, എന്നാൽ ആരും അടുത്തു വന്നതുമില്ല. ഓരോ രാവിലെയും അവനൊരു പഴയ ഓക്കുമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ലോകത്തെ നോക്കും. അവന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഒരാളിനെ തേടുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഒരു പ്രാവിനെയായിരുന്നു. വെളുത്തതും മൃദുവും എല്ലാവരും ആരാധിക്കുന്നതുമായ ഒരു പ്രാവിനെ. അവൾ പാടുമ്പോൾ ലോകം ശാന്തമാകുന്നത് പോലെ, അവൾ സമാധാനം കൊണ്ടുവരുന്നു എന്നൊക്കെയായിരുന്നു ആ കാട്ടിൽ എല്ലാവരും പറയുന്നത്. കാക്കയ്ക്ക് ഒരിക്കലും അസൂയയുണ്ടായിരുന്നില്ല, പക്ഷേ ഉള്ളിൽ കാക്ക പോലും അറിയാതെ ഒരു ശൂന്യത വളരുകയായിരുന്നു. ആരും അവനെ സുന്ദരൻ എന്ന് വിളിക്കുന്നില്ല, ആരും അവനെ കാത്തിരിക്കുന്നില്ല, ആർക്കും അവന്റെ ശബ്ദവും കേൾക്കേണ്ട. ഈ ഒരു ബോധം അവനെ സ്വയം മൗനത്തിലേക്ക് തള്ളിക്കളഞ്ഞു. കാലം അങ്ങനെ കടന്നു വെക്കൊണ്ടേയിരുന്നു. അവന്റെ നിഴൽ പോലും അവന് തെറ്റായി തോന്നി തുടങ്ങി. അപ്പോൾ അവനൊരു തീരുമാനമെടുത്തു. എന്നെ ഞാനെന്ന നിലയിലല്ലേ മറ്റുള്ളവർക്ക് സ്നേഹിക്കാനാകാൻ കഴിയാത്തത്? എന്നാൽ ഞാൻ മറ്റൊരാളായി മാറിയാൽ മതിയല്ലോ, അപ്പോൾ എല്ലാവരും എന്നെ സ്നേഹിക്കുമായിരിക്കും. അങ്ങനെ ആകാശത്തുയർന്നു പറന്ന അവൻ താഴെ പറക്കാൻ തുടങ്ങി. മൃദുവായി, സൂക്ഷ്മമായി പ്രാവിനെ അനുകരിക്കാൻ തുടങ്ങി. തന്റെ കറുത്ത ചിറകുകൾ മിനുക്കാൻ ശ്രമിച്ചു. പ്രാവിന്റെ പാട്ട് അനുകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ ശബ്ദം ഇടറി. ഉള്ളിൽ ശൂന്യത നിറഞ്ഞിരിക്കെ പുറത്തേക്കൊരു പുഞ്ചിരി മാത്രം തൂകി അവൻ ജീവിതം തുടർന്നു വന്നു. ആരും അവനെ ശ്രദ്ധിച്ചില്ല, ആരും പ്രശംസിച്ചുമില്ല. അങ്ങനെ അവൻ പതുക്കെ പതുക്കെ ആ കാടിനുള്ളിൽ അദൃശ്യനായി തന്നെ തുടർന്നു. അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം അവൻ ഉപേക്ഷിച്ചു. അവന്റെ ശബ്ദവും ഉയർന്നു പറക്കാനുള്ള അവന്റെ കഴിവും എല്ലാം അവൻ മറന്നു തുടങ്ങിയിരുന്നു. മറ്റൊരാളായി മാറാനുള്ള ശ്രമത്തിൽ അവൻ തന്നെ തന്നെ നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം ക്ഷീണിച്ച് ഒരു നദിക്കരയിലിരിക്കുന്ന അവന്റെ അടുത്തേക്ക് പ്രാവ് വന്നിരുന്നു. അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, പക്ഷേ എന്നെ ആരും കാണുന്നില്ല, എനിക്ക് മൂല്യമില്ലേ? പ്രാവ് അവനെ നോക്കി ശക്തമായി, വ്യക്തതയോടെ പറഞ്ഞു, കാക്കേ, നീ എന്നെ അനുകരിക്കാൻ പിറന്നവനല്ല, നീ ഉയർന്നും ധൈര്യത്തോടെയും പറക്കാൻ പിറന്നവനാണ്. നിന്റെ ശബ്ദം ഒരിക്കലും എന്നെപ്പോലെ മൃദുവായതല്ല, അത് നിന്റെ ശക്തിയാണ്, അത് നിന്റെ മാറ്റത്തിന്റെ സൂചനയാണ്. നിന്റെ ചിറകുകൾ മിനുങ്ങാത്തതിൽ നീ വിഷമിക്കേണ്ട, പക്ഷെ അവ നിനക്ക് നല്ല രീതിയിൽ സംരക്ഷണം നൽകുന്നവയാണ്. കാടിന് എന്നെപ്പോലെ തന്നെയുള്ളൂ നീയും. ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ നാളുകളായി മൂടിക്കിടക്കുന്ന ഒരു സത്യത്തെ ഉണർത്താൻ സഹായിച്ചു. ആ രാത്രി കാക്ക തന്റെ വൃക്ഷത്തിലേക്ക് തിരികെ വന്നു. തകർന്നവനായല്ല, മറിച്ച് ഓർത്തെടുക്കുന്നവനായി. നീരുറവയിൽ താൻ ഇത്രയും നാൾ കണ്ടത് അവന്റെ വൈകൃതമല്ല, മറിച്ച് ആഴവും ശക്തിയുമുള്ള അവന്റെ ജീവിതവും അവന്റെ കഥയുമാണെന്ന് അവൻ മനസ്സിലാക്കി. പുലർച്ചെ വീണ്ടും അവൻ ചിറകുകൾ വിരിച്ചു. ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷേ വീണ്ടും ആ ആകാശം രണ്ടാമതൊന്നുകൂടി അനുഭവിക്കാൻ തുടങ്ങാൻ. അവൻ മുൻപത്തേക്കാൾ ഉയരത്തിൽ പറന്നു, കാണപ്പെടാൻ വേണ്ടിയല്ല, സ്വയം സ്വതന്ത്രനാകാൻ വേണ്ടി. കാട് അവനെ നോക്കി. അവൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് അവനെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ലോകം നിങ്ങളെ കാണുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങുമ്പോഴാണ്. സ്വയം സ്നേഹിക്കുക എന്നത് അഹങ്കാരമല്ല, അത് അടിസ്ഥാനമാണ്. നിങ്ങൾ ഒരു പകർപ്പാകാൻ പിറന്നവരല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളായി പറക്കാൻ വേണ്ടി പിറന്നവരാണ്. നിങ്ങളുടെ കഥയ്ക്ക് മൂല്യമുണ്ട്, നിങ്ങളുടെ സാന്നിധ്യത്തിന് അർത്ഥമുണ്ട്. നിങ്ങളെ വ്യത്യസ്തനാക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറേണ്ടതില്ല, നിങ്ങൾ ആരാണെന്ന് സ്വയം ഓർത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ദൂരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.